നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ അത് ആളുടെ പെർമിഷനോട് കൂടി തന്നെ നമ്മളിവിടെ ഷെയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട്, അതായത് ബഡ്ജറ്റിന് ശേഷം നമ്മളുടെ പേജിൽ നമ്മൾ ഒരുപാട് സ്റ്റോക്കുകളെ പറ്റിയിട്ട് സജസ്റ്റ് ചെയ്യുകയും, അതായത് നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂ നമ്മൾ ഷെയർ ചെയ്യുകയും അതിനനുസരിച്ച് മൂവ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ നഷ്ടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 1,23,000. അതായത് റിയലൈസ്ഡ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 84,000-ഉം 38,000 രൂപ വരെ ചാർജസുമാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിലൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ ആൾ ചെയ്തിട്ടുള്ളത് ഇക്വിറ്റി ഒന്നും ആൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കണ്ടോ, ഫുള്ള് ആൾക്ക് F&Oയിലാണ് ഇത്രയും പൈസ പോയിട്ടുള്ളത്. കാരണം F&Oയിൽ ട്രേഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടറി പോലെ തന്നെയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിട്ട്. അതായത് പുതുതായിട്ട് വരുന്ന ആൾക്കാരുടെ ലക്ഷ്യം അങ്ങനെയാണ്. അതായത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൈസകളൊക്കെ ഉണ്ടാക്കാന്നുള്ള രീതിയിൽ വന്ന് ട്രേഡ് ചെയ്യുമ്പോൾ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇതുണ്ടോ, ഇതിലൊക്കെ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ദിവസം നമുക്ക് പ്രോഫിറ്റിലാണെങ്കിലും കിട്ടുന്ന ലോസ് വലുതായിരിക്കും ആ ദിവസങ്ങളിൽ. കണ്ടോ, ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ ഡേ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ആകെ 391 റുപ്യ പ്രോഫിറ്റ്. അത് കഴിഞ്ഞാൽ 271. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഏപ്രിലിൽ മാത്രം ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രോഫിറ്റ് കിട്ടും, പക്ഷേ പോണത് വലിയ വലിയ ലോസുകളിലേക്കായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ അങ്ങനെ ഓരോ മാസവും നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആകെ ആളെ സംബന്ധിച്ചിട്ട് ഒരു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ മൊത്തം F&O ചെയ്തിട്ട് ഓപ്ഷൻ അത് സ്റ്റോക്കിലും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻഡെക്സിലും ചെയ്തിട്ട് ഇത്രത്തോളം നഷ്ടമുണ്ടായി. ഇനി ആളെ സംബന്ധിച്ചിട്ട് ഈ ഫിനാൻഷ്യൽ ഇയറിലേക്ക് വരണമെങ്കിൽ, ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോൾ ഏകദേശം 10,000 ചില ടോട്ടൽ ലോസാണ് കാണുന്നത്. പക്ഷേ ഇതിലും ഒരു കാര്യം നമ്മൾ ഫിൽറ്റർ ചെയ്യുക. നമ്മൾ F&O, ഇൻട്രാഡേ, ഡെലിവറി നമ്മൾ ഒഴിവാക്കുക. F&O മാത്രം നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ ഇൻട്രാഡേയും കൂടി എടുത്തു കഴിഞ്ഞാൽ ആളുടെ ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാം. 16,357 രൂപ വരെ ലോസ് ഇതുവരേക്കും ആളുണ്ടാക്കി എന്നുള്ള അർത്ഥം. കൂടാതെ ഇത് നമ്മൾ ഇക്വിറ്റി മാത്രം, നമ്മൾ ഡെലിവറി എടുത്ത് ചെയ്തിട്ടുള്ള ട്രേഡ് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ 15,866 രൂപ വരെ പ്രോഫിറ്റ് ആളുണ്ടാക്കിയിട്ടുണ്ട്. അതും 2 മാസം കൊണ്ട് 17,000 ചില്ലാൻ രൂപ വരെ പ്രോഫിറ്റ് കിട്ടിയതിൽ 1,364 രൂപ ചാർജസും കാര്യങ്ങളൊക്കെ പോയിട്ട് 15,686 രൂപ ഇപ്പോഴത്തെ സ്റ്റാൻഡിൽ പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ അതിൽ കൂടുതലും ജൂൺ മാസത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജൂലൈയിൽ ട്രേഡ് ചെയ്ത്, അതേപോലെ തന്നെ ഓഗസ്റ്റിൽ ട്രേഡ് ചെയ്ത്. ഓഗസ്റ്റ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇനിയും നമുക്കൊരു 8 ദിവസത്തെ പീരീഡ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ പീരീഡ്സിൽ ആൾ യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഈ ക്യാപിറ്റലൊക്കെ വാനിഷായി പോയി. ഈ ക്യാപിറ്റലിലും കുറച്ച് പോയി, 75,000 ഇട്ടതിൽ കുറച്ച് പോയി. പിന്നീട് ആൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് കോൺടാക്ട് ചെയ്ത്, ഞാനതൊരു ടെസ്റ്റ് നിങ്ങളുടെ പേജുകളൊന്നും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ ചെയ്തോ, കറക്റ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് റിവാർഡ് കിട്ടും എന്നുള്ള നമ്മൾ പറഞ്ഞു. പക്ഷേ ആൾ വലിയ ഇതുകളൊന്നും നോക്കിയില്ല, വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. അതായത് ആൾക്ക് 5% അതിന് മേലെ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാമെന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ 3 to 2% ഇടയിൽ ലോസ് വന്നാലും കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ആൾ തുടങ്ങിയത്. അപ്പോൾ ഈ സമയത്ത് ആൾ ജൂലൈ മാസത്തിൽ ആൾ ട്രേഡ് ചെയ്യുമ്പോൾ ആളുടെ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം രൂപയോളാണ്. ജൂലൈ മാസം 1 ലക്ഷം രൂപയെന്ന് ആളുണ്ടാക്കിയത് 8,590 രൂപ വരെ റിവാർഡ് ആൾക്ക് കിട്ടി. അതായത് ഇപ്പോൾ 9,000 രൂപയോളം പ്രോഫിറ്റ് കിട്ടിയപ്പോൾ 497 രൂപ ചാർജസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ട്രേഡിലേക്ക് വരുമ്പോൾ വലിയ പ്രോഫിറ്റുകളെ നോക്കാതെ, അതായത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വരാതെ, അവരൊരു 6 മുതൽ 1 വർഷം വരെ ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല റിവാർഡ് കിട്ടുന്നുള്ളതിനുള്ള ഉദാഹരണമാണിത്. അപ്പോൾ ഇതിൽ രണ്ടാമതും ആൾ ക്യാഷ് ആഡ് ചെയ്ത് വന്നപ്പോൾ ഒരു 95 ആൾ പിന്നെ ഓഗസ്റ്റ് 5-ന് ആഡ് ചെയ്ത്. പക്ഷേ അതിനനുസരിച്ചുള്ള അവസരങ്ങൾ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് അത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏകദേശം ഇത്രയും പൈസ ഒരു 1 to 1.5 ലാഖിനടുത്ത് ഉപയോഗിച്ചിട്ട് ആൾക്ക് ഇത്രത്തോളം റിവാർഡ് കിട്ടുകയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രത്തോളം പൈസ ഉപയോഗിക്കേണ്ട അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ അവസരങ്ങൾ വരുമ്പോൾ അതെടുക്കാം. അതുപോലെ തന്നെ ധൃതി വയ്ക്കാതെ കറക്റ്റായിട്ടുള്ള എൻട്രികൾ, അപ്പോൾ അതായത് ബേസ് ലെവൽ എൻട്രികളാണ് ഒരാളെ സംബന്ധിച്ചിട്ട് നോക്കുന്നതെങ്കിൽ ആ ബേസ് ലെവലിൽ തന്നെ എൻട്രി ആവാൻ നോക്കാം. അതാവുമ്പോൾ സ്റ്റോപ്പ് ലോസ് വളരെ കുറവാണ്. റിവാർഡ് നല്ല റിവാർഡായിരിക്കും കിട്ടുക. 1:2 പകരം 1:3, 4 അതിന് മേലേക്കും ഉള്ള ചാൻസുകളുണ്ട്. കാരണം സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യാവുന്ന ഒരാളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ബ്രേക്ക് ഔട്ട് ലെവലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ 3 to 7% മൂവാണ് മാക്സിമം
നമ്മളെ വിളിക്കുന്നവരോട് നമ്മൾ പറയാറുള്ളത്. അതെടുത്ത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി മാറാം. അത് കഴിഞ്ഞ് റീടെസ്റ്റ് റിവാർഡ് ഉണ്ട്. അപ്പോൾ റീടെസ്റ്റിൽ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് നല്ല റിവാർഡിന് കിട്ടാം. നമ്മളെ പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റീടെസ്റ്റിൽ എടുക്കുന്നവരെ സംബന്ധിച്ചിട്ട് അത് സ്റ്റോക്ക് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ആ ലെവലിൽ നിന്ന് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റീടെസ്റ്റ് റിവാർഡായിരിക്കും നല്ല രീതിയിൽ നമുക്ക് ബെനിഫിഷ്യൽ ആവാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ്. ഇവിടെ ഞാൻ ഈ പോർട്ട്ഫോളിയോ ഷെയർ ചെയ്യാൻ തന്നെ കാരണം നമുക്ക് നല്ല ഒരു റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് പറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ. നല്ല ഡിസിപ്ലിനായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് റിസ്ക് റിവാർഡ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് ലെവൽ എൻട്രി ആയാലും അതേപോലെ തന്നെ ബ്രേക്ക് ഔട്ട് എൻട്രി ആയാലും റീടെസ്റ്റ് എൻട്രി ആയാലും നല്ല രീതിയിൽ നമ്മളതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിവാർഡുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓപ്ഷൻ്റെ പിന്നിൽ ഓടിപ്പോയി ഒരു ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി, രണ്ടാമത്തെ ദിവസം കിട്ടി, അതല്ല നമ്മൾ ഒരാഴ്ച നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ട് ആഴ്ച എൻഡ് വീക്കെൻഡിൽ അത് പോകുന്ന ഒരവസ്ഥയിൽ വരുന്ന പല ആൾക്കാരും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ചിട്ട് ഒരു 6 മുതൽ 1 വർഷം വരെ ക്യാഷ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ട്രേഡിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളിലേക്കൊക്കെ പോയതിന് ശേഷം ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലാഭം വെച്ചിട്ട് നിങ്ങൾ ഒരു ഓപ്ഷനിലേക്ക് ഇറങ്ങിയാൽ അത് വളരെ നന്നായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഞാനൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. കാരണം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ പറ്റിയിട്ടൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോക്കുകളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് അതിൻ്റെ ബേസ് ലെവൽ എൻട്രികൾക്ക് വെയിറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞാൽ ഞാൻ ജൂലൈ 23 നമ്മുടെ ബജറ്റ് ഡേയിൽ ഒരു അഗ്രോ സ്റ്റോക്ക് വെച്ചിരുന്നു. അപ്പോൾ അത് 48 ലെവലിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ബൗൺസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല ലെവലുകളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റുകളെല്ലാം നമ്മളുടെ പേജിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ പ്രസൻറ്റേഷൻ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ചാനൽ വഴിയായിരിക്കും നമ്മൾ അത് അപ്ലോഡ് ചെയ്യുക.